ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കനകം പ്രാർത്ഥിച്ചിരിക്കുകയാണ്, ഈശ്വര ഈ 40 ദിവസവും ഞാനും വ്രതം നോക്കാം, അങ്ങനെയെങ്കിലും എൻ്റെ അമ്മായിയമ്മയ്ക്ക് മരുമകളോട് സ്നേഹം തോന്നണേ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ദേവയാനിക്ക് നയനയോട് സ്നേഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കനകം നേർച്ച നേരുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ദേവയാനി ദുരുദ്ദേശത്തോടെയാണല്ലോ ആദർശിനെ കൊണ്ട് മാലടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ദേവയാനിക്ക് നല്ലത് തളർച്ചയും തലയുറ്റിലും തലവേദനയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത് കണ്ടിട്ട് ആദർശും അതുപോലെ തന്നെ ജയനും മുത്തശ്ശനും ഒക്കെ പറയാണ്, നീ നിന്റെ ലാഭേച്ഛയ്ക്ക് വേണ്ടിയല്ലേ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തത്, നിന്റെ മനസ്സിൽ കള്ളത്തരം ഉണ്ടായിട്ടല്ലേ നീ ഭഗവാന് മുമ്പിൽ ഇങ്ങനൊരു കള്ളക്കളി കളിച്ചത്, അതുകൊണ്ടാണ് നിനക്ക് ഈ തളർച്ചയെന്ന് അവർ പറയുന്നുണ്ട്. ദേവയാനി അപ്പോഴും പറയാണ്, ഇത് നയനയുടെ പ്രാക്കാണ്, അവളുടെ പ്രാർത്ഥന കൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചെന്നൊക്കെ പറയാണ്. എന്തായാലും ഈ 40 ദിവസത്തിന് ശേഷം ഒരു അത്ഭുതം കാണാമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നയന മാറിക്കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആദർശ് നയന അടുത്തേക്ക് പോലും വരാന് ദേവയാനി സമ്മതിക്കുന്നില്ല. ഒന്നും മിണ്ടാൻ പോലും ദേവയാനി സമ്മതിക്കുന്നില്ല കേട്ടോ. എല്ലാ സ്ഥലത്തും കുറുകെ കുറുകെ ദേവയാനി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആദർശ് ഇങ്ങനെ ഓഫീസിലേക്കൊക്കെ പോവാണല്ലോ. ഈ സമയത്ത് അനാമിക അവിടെ ചോദിക്കാണ് കേട്ടോ, ദേവയാനോടും ജാനകിയോടും ചോദിക്കാണ്, അല്ല ആദർശേട്ടനാണോ കമ്പനിയുടെ MD എന്ന് ചോദിക്കുന്നുണ്ട്. അതേ മോളെ, അത് മോൾക്ക് അറിയില്ലേ, ആദർശിനെ നല്ല കഴിവും പ്രാർത്ഥിക്കുക ഈ കമ്പനി നോക്കി നടത്താൻ, അതുകൊണ്ട് അവൻ തന്നെയാ MD. ആ ജേട്ടനും ഒക്കെ ഇപ്പൊ ബാക്കി സ്ഥാനത്തേ ഉള്ളൂ എന്ന് ദേവയാനി ഭയങ്കര അഹങ്കാരത്തോടെ പറയാണ്. അനാമിക ജാനകിയോട് ചോദിക്കാണ്, അതെന്താ അമ്മേ, അനിക്ക് ഈ പറഞ്ഞ കഴിവുകളൊന്നുമില്ലേ, അനിയനെ എന്താ MD ആക്കാത്തെ? 3 ഷോറൂം അല്ലേ അനിയെ ഏൽപ്പിക്കുന്നുള്ളൂ, അല്ലാതെ ബാക്കി കമ്പനിയുടെ എല്ലാ ചുമതലയും ആദർശേട്ടനല്ലേ, എന്തുകൊണ്ടത് അനിക്ക് കൊടുത്തുവിടാന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ദേവേനിക്ക് എന്തോ പോലെ വരുന്നുണ്ട്. ദേവേനി പറയാണ്, അത് പിന്നെ മോളെ, അനിക്ക് അതിനുള്ളൊരു മെച്യൂരിറ്റി ഒന്നും ആയിട്ടില്ലല്ലോ. ആദർശാണെങ്കിൽ വർഷങ്ങളോണ്ട് ഈ കമ്പനി നോക്കി നടത്താണ്, അവന്റെ അത്രയും പ്രാപ്തി വേറെ ആർക്കും ഇല്ലെന്ന് പറയുന്നുണ്ട്. അനാമിക ചോദിക്കാണ്, അല്ല വർഷങ്ങളായെന്ന് പറയുമ്പം ആ സമയത്ത് അനിന്റെ പ്രായത്തിലായിരിക്കല്ലോ ആദർശേട്ടനും തുടങ്ങിയത്, അതെങ്ങനെയാ? എനിക്കൊരു ചാൻസ് കൊടുത്താലല്ലേ അവനെ കമ്പനിയുടെ MD ആവാൻ പറ്റുമെന്നുള്ള രീതിക്ക് ആർക്കെങ്കിലും അറിയാൻ സാധിക്കുമല്ലോ, ഒന്നും കൊടുക്കാതിരുന്നാല് അവനെ കൊണ്ട് സാധിക്കുമെന്ന് എങ്ങനെ അറിയും വലിയമ്മയെന്ന് ചോദിക്കാണ്. അഭിയേട്ടനെയും MD എന്ന സ്ഥാനത്തൊന്നും ആക്കിയിട്ടില്ല, ഒരു ശമ്പളക്കാരനാക്കി നിർത്തിയിരിക്കുകയല്ലേ. എന്നോട് അപ്പച്ചത് പറഞ്ഞിരുന്നു, ഇങ്ങനെ ആദർശേട്ടന് മാത്രം കമ്പനിയുടെ ചുമതലകൾ ഏൽപ്പിച്ചാൽ പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യാന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും നമ്മുടെ ദേവേനി പറയുന്നുണ്ട്, അത് പിന്നെ മോളെ അങ്ങനെ സാധിക്കുള്ളൂ, കാരണം ആദർശനാണ് എല്ലാ കാര്യങ്ങളും അറിയാവുന്നത്. അനി ഇത്രയും കാലം കവിത എന്നൊക്കെ പറഞ്ഞ് അടക്കമല്ലായിരുന്നോ, അതുകൊണ്ട് തന്നെ അവന് ഈ കമ്പനിയെ കുറിച്ച് യാതൊരു കാര്യങ്ങളും അറിയില്ല എന്ന് ദേവേനി പറയുന്നുണ്ട്. അവനെ അതൊക്കെ പഠിപ്പിക്കണം, കമ്പനിയിലേക്ക് അവനെ കൂടുതൽ അടുപ്പിച്ച് മാത്രമേ പഠിക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും 3 ഷോറും അനിയെ ഏൽപ്പിക്കാൻ പോവാണല്ലോ, ഞാനും പോകുന്നുണ്ട് അവന്റെ കൂടെ. അവിടെ പോയി നിന്ന് കണ്ടു പഠിക്കണം, എന്നിട്ട് അനിയനെ അവിടുത്തെ MD ആക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അത് നമ്മുടെ ദേവനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, കാരണം സ്വന്തം മകനാണല്ലോ MD, അവനെ മാറ്റിട്ട് ആ സ്ഥാനത്തേക്ക് അനിയെ പ്രതിഷ്ഠിക്കുന്നത് അവക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ജാനകിക്കും അതേ മനസ്സ് തന്നെ ആയിരിക്കല്ലോ. ജാനകി പറയാണ്, അതെ അനാമിക മോൾ പറഞ്ഞതാ ശരി, ഇത്രയും കാലം ആദർശല്ലായിരുന്നോ കമ്പനിയുടെ MD, എനിക്കൊരു ചാൻസ് പോലും കൊടുത്തിട്ടില്ല അവൻ എങ്ങനെ പെർഫോം ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ആ ഒരു ചാൻസ് കൊടുത്ത് അനിയനെ കമ്പനിയുടെ MD ആക്കി നോക്കണം. അവൻ ആ കോട്ടൊക്കെ ഇട്ട് ആ കസേരയ്ക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ ഏട്ടത്തി എന്ന് പറയുന്നുണ്ട്. ആ അതെ 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 ജാനകി എന്നും ഒരു താല്പര്യമില്ലാതെ ദേവനി പറയുന്നുണ്ട്. അനാമികയ്ക്ക് മനസ്സിലായാണ് ദേവനിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം. അനാമിക പറയുന്നുണ്ട്, അയ്യോ വലിയമ്മയ്ക്ക് സങ്കടമായോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അയ്യോ മോളെ, എനിക്ക് സങ്കടമൊന്നുമില്ല, മോളുടെ ഇഷ്ടം ആഗ്രഹമൊക്കെ ഞാൻ മനസ്സിലാക്കുമല്ലോ, മോള് പറഞ്ഞത് ശരിയാ, എനിക്ക് ചാൻസ് കൊടുക്കേണ്ടത് നമ്മുടെ കടമ തന്നെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവർ ഈ സംസാരമെല്ലാം മാറിയുന്നുണ്ട് നയനയും നവ്യയും അതുപോലെ മുത്തശ്ശിനൊക്കെ കേൾക്കുന്നുണ്ട്. മുത്തശ്ശനോട് പറയുന്നുണ്ട്, കണ്ടില്ലേ അനാമികയുടെ മനസ്സിലിരിപ്പ്, ചേട്ടൻ അനിയനും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടാ അവളുടെ പ്ലാന്. ഇപ്പൊ തന്നെ കണ്ടില്ലേ ദേവിയനും ജാനകി തമ്മിൽ തെറ്റുമെന്ന് തോന്നുന്നു, ദേവിയുടെ മുഖഭാവം തന്നെ മാറിയത് കണ്ടില്ലേ. ജാനകിക്കാണെങ്കിൽ അനാമിക പറഞ്ഞത് വേദവാക്യം എന്ന് പറഞ്ഞ ജാനകി നടക്കുക, അവള് സ്വന്തമായിട്ട് യാതൊരു താല്പര്യം ഇപ്പൊ പറഞ്ഞു പോലും കേൾക്കുന്നില്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, എന്തായാലും ഇത് എവിടം വരെ പോകുന്ന ഞാൻ നോക്കട്ടെ, എന്തായാലും താൻ പറഞ്ഞ ഒരു കാര്യം ശരിയാടോ, അനാമികയും ദേവിയാനും തമ്മിൽ തെറ്റിയാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുള്ളൂ. അങ്ങനെയെങ്കിലേ ദേവയാനി നയനയുടെ കാര്യം മനസ്സിലാക്കി നയനെ സ്നേഹിക്കുകയും ചെയ്യുള്ളൂ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്തായാലും അത് നിങ്ങൾ പറഞ്ഞതൊരു കാര്യം തന്നെയാ. അനാമിക ഇങ്ങനെ നമ്മുടെ ദേവയാനിനെ മയക്കി കയ്യിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മുടെ ദേവയാനിക്ക് നയനമോളെ ഇഷ്ടമില്ലാത്തത്. അതൊന്ന് മാറണമെങ്കിൽ തന്നെ നമ്മുടെ നയനമോളെ അവർക്ക് ഇഷ്ടപ്പെട്ടോളും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം ഓഫീസിൽ നിന്നും ആദർശ് വരുന്നുണ്ട്, അജയനും ജയനും ഒക്കെ വരികയാണ്. അനിയാണെങ്കിൽ പുറത്തൊക്കെ കറങ്ങാൻ പോയിട്ട് വരുന്നുണ്ട്.
അനാമിക ചോദിക്കാണ്, അല്ല അനി, ഓഫീസിലേക്ക് നീ ഇതുവരെ കയറിയില്ലേ? എന്തായതിന് തീരുമാനം ചോദിക്കുമ്പോൾ ഞാൻ ഓഫീസിലേക്ക് പോയായിരുന്നു, ഇപ്പൊ വൈകുന്നേരം ചുമ്മാ ഞാനത് പുറത്തേക്ക് ഇറങ്ങിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചായ കുടിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. നയന ഒന്ന് ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് എല്ലാവരും മുമ്പിൽ വെച്ച് തന്നെ എല്ലാവരും ഉണ്ടെന്ന് പോലും ഓർക്കാതെ അനാമിക ചോദിക്കാണ്, അല്ല അനി, നിന്റെ ഉദ്ദേശം എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ എന്താ അനാമിക പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴേക്കും അനാമിക പറയാണ്, അല്ല, കമ്പനി നോക്കി നടത്താൻ എല്ലാരും പറഞ്ഞിട്ട് നീ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാണോ ചോദിക്കുന്നുണ്ട്. അജയൻ പറയാണ്, മോളെ അവൻ ഇപ്പോഴും കുട്ടികളെ മാറിയിട്ടില്ല. കവിത എഴുതി നടന്നവനല്ലേ, പെട്ടെന്ന് 3 ഷോറൂം ഏൽപ്പിച്ചപ്പം അവനതൊന്നും താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. അവിടെ ഞാൻ സഹായിക്കുന്നുണ്ട്, ആദർശം സഹായിക്കുന്നുണ്ട്, പിന്നെ ജേട്ടനുണ്ടല്ലോ, ഞങ്ങളെ സഹായിച്ച് അവനെ ഇത് മുമ്പോട്ട് കൊണ്ടുവരാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക ചോദിക്കാണ്, അല്ല അനി, നിനക്ക് സ്വന്തമായിട്ട് ചെയ്യാനൊന്നും കഴിവൊന്നും ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അനി പറയാണ്, നിനക്കറിയാമല്ലോ, ഇത്രയും കാലം ഞാൻ കമ്പനിയുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടൊന്നും ഇല്ല, ഇപ്പഴാ കമ്പനിയിലേക്കൊക്കെ കാലെടുത്ത് വെച്ചത്, ഇനിയിപ്പോ പയ്യെ പയ്യെ ആയിക്കോളും എന്ന് പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, അത് പോരാ, എത്രയും പെട്ടെന്ന് തന്നെ അനി ശ്രമിക്കണം. അനി 3 കമ്പനി മാത്രമല്ല, അനി ആയിരിക്കണം അടുത്ത MD സ്ഥാനം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശൊന്നും മിണ്ടാൻ നിൽക്കാണ്. അജയൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാ മോളെ, ആദർശാണല്ലോ MD സ്ഥാനത്തിരിക്കുന്നത്, അതിന്റെ കഴിവൊക്കെ അവനാവുള്ളത്. കമ്പനി നോക്കിയെടുത്താണെങ്കിൽ കുറച്ച് പാടൊന്നുമല്ല, ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യണം. അത് അനിയെ കൊണ്ടൊന്നും സാധിക്കില്ല, ആദർശിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് അജയൻ പറയുന്നുണ്ട്. അനാമിക പറയാണ്, അച്ഛാ, അതിന് എനിക്കൊരു ചാൻസ് കൊടുത്തിട്ടുണ്ടോ ഇവിടെ ആരെങ്കിലും? അനിയൊന്ന് MD ആയിട്ട് കാണാൻ ആരെങ്കിലും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? എപ്പോഴും ആദർശം തന്നെ ആയിരിക്കണം എന്നല്ലേ എല്ലാവർക്കും ആഗ്രഹം. അതുകൊണ്ടാ അനി അവന്റെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം കിട്ടാഞ്ഞേ. എനിക്കൊരു ചാൻസ് കൊടുത്തു നോക്ക്, അല്ലേ അനി? നീ നന്നായിട്ട് പെർഫോം ചെയ്യില്ലേ? അപ്പോഴേക്കും അനി പറയാണ്, അതെ, കമ്പനിയുടെ MD സ്ഥാനം ഒന്നും വഹിക്കാനുള്ള പ്രായമൊന്നും എനിക്കായിട്ടില്ല. അത് മാത്രമല്ല, കമ്പനിയുടെ MD സ്ഥാനത്ത് എന്നും ആദർശം തന്നെ എടുക്കണം എന്റെ ആഗ്രഹം. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും നീ ഇടപെടണ്ടെന്ന് പറയാണ്. ജാനകി ചോദിക്കാണ്, അല്ല നീ ഇടപെട്ടാൽ എന്താ കുഴപ്പം? അവളെ നിന്റെ ഭാര്യ, എല്ലാ കാര്യത്തിലും ഇടപെടാനുള്ള അവകാശം അവക്കുണ്ട്. അവളുടെ ആഗ്രഹം വേണത് ന്യായമായ കാര്യമല്ലേ? ഇത്രയും കാലം ആദർശമില്ലായിരുന്നു MD സ്ഥാനത്ത്, ഇനി നീയും മാറിയിരിക്കണം. അതുപോലെ തന്നെ അബിക്കും ചാൻസ് കൊടുക്കണം. 3 കൊച്ചുമക്കളല്ലേ, അതിൽ ആദർശിന് മാത്രം എന്താ മുൻതൂക്കം? നീയും നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നീ ആയിരിക്കണല്ലോ അടുത്ത MD. പിന്നെ കുറെ കാലം കഴിയുമ്പോ അത് അബിക്ക് കൈമാറണം. അങ്ങനെ മാറില്ലേ എല്ലാം ചെയ്യേണ്ടത്, അല്ലാതെ ആദർശിന് മാത്രം എല്ലാം കൊടുത്താൽ എങ്ങനാ? അപ്പോഴേക്കും ജയൻ ചാടിയിരുന്നിട്ട് ചോദിക്കാണ്, എന്താ ജാനകി നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഇതെന്തോലെ പലചരക്കടയാണോ? മാറി മാറി ഓർത്ത് ചുമതല നോക്കാന്? ഇത് ഒരു സ്വർണ്ണക്കടയാണ്. നമ്മുടെ ഷോറൂംസ് കേരളത്തിൽ മുഴുവൻ അവൈലബിളാ. എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട് ഇവിടം വരെ എത്തിച്ചെന്ന് നിനക്ക് അറിയാലോ. അതിന്റെ തലപ്പത്തിരിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല. അനി ഇപ്പോഴും ചെറിയ പയ്യനാ, അവനൊരു മെച്യൂരിറ്റി വന്നിട്ടില്ല. 3 ഷോറൂം ഏൽപ്പിച്ചിട്ട് പോലും അവനെ കൊണ്ട് ഒരു ഷോറൂമിന്റെ കാര്യം പോലും നേരെ ചുവ നടത്താൻ പറ്റുന്നില്ല. ഞാനും അജയനും ആദർശം പരിശ്രമിച്ചിട്ടാ അതിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നേ. അപ്പോഴാണോ അവൻ MD സ്ഥാനം ഏൽപ്പിക്കാൻ പോണത്? അനി പറയാണ്, അതെ, വല്യച്ഛൻ പറഞ്ഞതാ ശരി. എന്റെ പൊന്നമ്മേ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഒരു ഷോറൂം എങ്ങനെ നോക്കി നടത്തണം, അതേ മാത്രം എന്റെ ആഗ്രഹമുള്ളൂ. കാരണം ജോലി ചെയ്തുള്ള ജീവിക്കാൻ സാധിക്കില്ലല്ലോ. ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരു ജ്വല്ലറി മുമ്പോട്ട് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. അതല്ലാതെ ആദർശങ്ങൾ വളരാനൊന്നും എനിക്കത് പറ്റില്ല. അത് മാത്രമല്ല, നമ്മുടെ കമ്പനിയുടെ MD എന്നും അത് ആദർശത്തെ മാത്രമായിരിക്കും എന്ന് പറയാണ്. എനിക്ക് അതിനെ കഴിഞ്ഞുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. ആദർശനായാ മതി MD. പിന്നെ അനാമിക, ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരങ്ങളൊന്നും വേണ്ട. അപ്പോഴേക്കും ആദർശ് പറയാണ്, മോനെ, അനാമിക പറഞ്ഞത് സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം ഞാൻ മാത്രം MD ആയിട്ടിരുന്നാ പോരല്ലോ. എല്ലാവരും മാറി മാറി ഓരോ സ്ഥാനത്തിരിക്കുമ്പോഴല്ലേ അതിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അതിന്റെ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് ആരാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത് നമുക്ക് അറിയാലോ. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മുടെ വീടിന് വേണ്ടിട്ട് എല്ലാവരും ഒരുമിച്ച് കഷ്ടപ്പെടണം എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അനാമികയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ മോൻ അത് സഹായിച്ചിടണമെന്ന് പറയുമ്പോഴേക്കും അനാമിക പോയിട്ട് പറയാണ്, ഹലോ, നിങ്ങളുടെ ഉപദേശമൊന്നും അവൻ ആവശ്യമില്ല. നിങ്ങളുടെ ഉദ്ദേശമൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്ന് MD സ്ഥാനത്ത് ആ കസേര കയറി നീക്ക് ഞെളിഞ്ഞിരിക്കണം, അതാണല്ലോ നിങ്ങളുടെ ആവശ്യം, അതാണല്ലോ നിങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ കള്ളത്തിലൊന്നും ഇവിടെ ഇറക്കാൻ നോക്കണ്ട. എനിക്ക് മനസ്സിലായി നിങ്ങളുടെ സ്വഭാവം എന്താണെന്നൊക്കെ. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ അരിവ് കയറ്റി വിടുകയാണല്ലോ. MD സ്ഥാനത്തുനിന്ന് മാറാതെ നിങ്ങളാണല്ലോ എല്ലാവരും നിങ്ങളുടെ അടിമകളാക്കി വെച്ചിരിക്കുന്നത്. എന്തിനാ ഇവരെ പറയുന്നു? നിങ്ങളുടെ അച്ഛനെയും ചെറിയച്ഛനെയും ഇവനെയും അബിയെല്ലാം നിങ്ങളുടെ കീഴിൽ വെച്ചിരിക്കുകയാണല്ലോ നിങ്ങളുടെ ഭാര്യ പറഞ്ഞിട്ട്. അതൊക്കെ നിങ്ങളുടെ ഭാര്യ അടുത്ത് ഇറക്കിയാൽ മതി, അല്ലാതെ എന്റെ അടുത്ത് ചെലവാവില്ല. അപ്പോഴേക്കും പെട്ടെന്ന് അനി, നീ എന്താണ് സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് അനാമികനെ അടിക്കാൻ വേണ്ടി കയ്യോങ്ങാണ്. പെട്ടെന്ന് ആദർശ് അനി എന്ന് പറഞ്ഞിട്ട് അത് തടസ്സം നിൽക്കാണ്. എന്താണ് ഈ കാണിക്കുന്നത്? നീ 6 നേരൊക്കെ കയ്യോങ്ങുന്നേ എന്ന് ചോദിക്കാണ്. ഇവള് പറഞ്ഞത് കേട്ടില്ലേ ഏട്ടാ?
ഡി ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ ഏട്ടനോ ഏട്ടനെ കുറിച്ചോ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഞാൻ കേട്ടോണ്ട് നിൽക്കില്ല കേട്ടോ. മര്യാദക്കാണെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ദാ ഇപ്പൊ ഇറങ്ങിക്കോളെ ഇവിടുന്ന്. എനിക്ക് ഇങ്ങനെ ഒരു ഭാര്യയുടെ ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ നീ ഒരു ഭാര്യയാണോ? എന്തെങ്കിലും അങ്ങനെ നീ പെരുമാറുന്നുണ്ടോ? ഒരു ദിവസം എനിക്ക് സമാധാനമോ സ്നേഹമോ എന്തെങ്കിലും നീ നൽകിയിട്ടുണ്ടോ? നിന്റെ മനസ്സ് നിറയെ കുശുമ്പും കുന്നായ്മയും പിന്നെ ഇതൊക്കെ കണ്ടന്റ് ഒരു ആക്കാതെ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതെ ഏട്ടാ, ഞാൻ പറഞ്ഞ സത്യ. ഇവയ്ക്കോട് യാതൊരു സ്നേഹമില്ല. ഈ കാണിക്കുന്നൊക്കെ വെറും അഭിനയം മാത്ര. ഇവക്ക് ആവശ്യമേ ഈ വീടും സ്വത്തുക്കളും മാത്ര. അത് എഴുതി കൊടുത്താലേ ഇപ്പൊ തന്നെ ഇവള് വേണമെങ്കിൽ എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് ഇവളിപ്പോ തന്നെ പോയി കളയും എന്ന് പറയുന്നുണ്ട്. അനാമിക മിണ്ടാതെ ഹാളിലിങ്ങനെ നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ടോണ്ട് മുത്തശ്ശനോട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കിയൊരു സ്റ്റോറി ഉണ്ട്, നമുക്ക് അടുത്തൊരു അപ്ലോഡ് ചെയ്യാം കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.